ഹലോ, ഞാനെന്താ ചെയ്യണ്ടേ? എടാ, നമ്മുടെ കസ്റ്റമർ നാളെ രാവിലെ സബ്വേയിൽ വരും. നീ കൈ കൊണ്ടൊരു സിഗ്നൽ കാണിച്ചാൽ മതി. അടുത്ത ആൾ പിന്നെ നിന്നെ വിളിച്ചോളും. ഓ പെട്ട്. എടാ, എത്ര നാളാടാ നിന്നെ കണ്ടിട്ട്. എനിക്ക് പോണടാ. എന്തുവാടേ, വണ്ടി എന്നെ കൈവിട്ട് നീ കൂടിയും കൈവിടല. ഒന്ന് കൈവയ്ക്കടാ. തിരക്കുണ്ട്, പോട്ടെ. നീ എങ്ങോട്ടേ പോണേ? നിനക്കില്ലേ എനിക്കില്ലേ പണി? നമ്മളൊന്ന് ഇറങ്ങിയിട്ടേ പോളോ. വാ. അമ്മൂമ്മയുടെ കുഴമ്പ് പിടിക്കുള്ള പൈസ ഉണ്ട്, നമുക്ക് സൂപ്പർ ഫുഡ് അടിക്കാം. എന്റെ വക എനിക്ക് പോണം. എടാ, നീ അതൊക്കെ വിട്. നമുക്ക് അതിൽ അവളല്ലേ. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. ഹിമയല്ലേ? എന്നെ മനസ്സിലായില്ല. ഒരു മിനിറ്റ് കേട്ടാ. വരാനാ പറഞ്ഞേ. എടാ, നിനക്കെന്താ പ്രശ്നം? എനിക്ക് പോണം. മനസ്സിലായില്ലേ? കോളേജ് പഠിക്കാൻ നിനക്ക് വലിയ സംഭവമായിരുന്നല്ലോ. ഇപ്പൊ പോയി ഒന്ന് മിണ്ടിക്കൂടെ? ഞാനിവിടെ എത്തിയിട്ടാ. ഇതെടുത്ത് ഇവിടെ വെക്കാം. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതെവിടെയെങ്കിലും വെക്കാം. ടഫ് ഗെയിം. നിന്നിവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് നിർത്താം. പ്രാക്ടിക്കലായി ചിന്തിച്ചാ ഇത് നടക്കില്ലടി. നമുക്ക് ഇതോടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാം തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ്, നിർത്താനാ പാട്. ഞാൻ തന്നെ അതിന് വലിയ ഉദാഹരണമല്ലേ. ഇത് ഉപയോഗിച്ച് എന്താ കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജീവിതത്തിൽ നല്ല നല്ല സംഭവിക്കുന്നത് നന്നായി അറിയാം. എന്നെ കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്വയം ആശ്വസിക്കാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൊരു വഴി. നിന്നെ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാളുണ്ടെങ്കിലോ? ജഗനിപ്പോൾ ഒരു 6 പാക്ക് ചെയ്തോ. അവന് 2 മതിയെന്ന് പറഞ്ഞു. അവൻ എങ്ങനെയല്ലോ വാങ്ങാറ്? അവൻ നമുക്കൊരു വലയാവാനാണ് സാധ്യത. ആ പോച്ചിങ്ങെടുത്തടാ. എടാ, ഇതിനല്ലടാ ഞാൻ വന്നത്. ഞാൻ എല്ലാം നിർത്താൻ പോവാടാ. ഓ, അങ്ങനെ ഇരുത്താ. അമ്മയ്ക്ക് വയ്യായി കൂടുതലാ. ഇനി ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞാൽ റെഡി ആവില്ലടാ. എല്ലാം നിർത്തണം. വാവേ. ആ നിന്റെ മനംമാറ്റെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. അവളുടെ ചുറ്റി കളി. എന്താടാ കഴിഞ്ഞവളായിട്ടുള്ള ആവശ്യം? ഞങ്ങളൊക്കെ ഫ്രീ ആണ് കേട്ടാ. വെറുതെ ഒരു ആവശ്യം വന്നതല്ല അവളെൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് ജീവിക്കണം. എനിക്ക് വേണ്ട ഇവിടുത്തെ പിച്ചക്കാശ്. എടാ പുണ്യാളന്റെ മോനെ, ഇത്ര നാളത്തെ പിച്ചക്കാശ് എന്നിട്ടല്ല നിന്റെ തൊള്ള 2 കാലം നിൽക്കണത്. ഏത് പോലീസാമന്റെ വെള്ളിക്കാശാണോ നീ ഞങ്ങളെ ഒറ്റ കൊടുക്കാൻ പോണേ? ഒരു വെള്ളിക്കാശിന് നിന്നെ ഞാൻ ഒറ്റാൻ പോണില്ല. നമ്മൾ തമ്മിൽ ഡീലോടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാ ജഗ അണ്ണാ, പുതിയ ജഗന, നീ ചെല്ലി. അണ്ണാ, ആ ഡിക്കിയിലുള്ളവനെ മുണ്ടൂർ പാലത്തിൻ്റെ താഴെ കെട്ടിത്താത്തല്ലേ? വരട്ടെ, ഒരുത്തനും കൂടിയുണ്ട്.
ഓഹോ നീയായിരുന്നാ? പിന്നെ നീ എന്താ വിചാരിച്ചേ? അതല്ലടാ, ഞാനെല്ലാം നിർത്താന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏയ് നീ ഉണ്ടായിരുന്നപ്പോൾ നല്ല ശൈലുണ്ടായിരുന്നല്ല. ഞാൻ പറഞ്ഞത് കാര്യമായിട്ടാടാ. ഒക്കെ നിർത്തണം. അവളെ ഞാനിങ്ങ് കൊണ്ടുവരാൻ പോവാ. ഇനി ഞങ്ങൾക്കൊന്ന് ജീവിക്കണം. അപ്പം നീ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്താടാ, ഞാനെല്ലാം പറഞ്ഞതല്ലേ. അല്ല, പെട്ടെന്ന് നിർത്താന്ന് പറഞ്ഞപ്പോൾ. ഞാൻ ചെല്ലട്ടടാ, തിരക്കുണ്ട്. ആ എന്നാ നീ ചെല്ല്. അല്ലടാ, അപ്പോൾ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ലേ? ആ അപ്പം നീ എത്തിയില്ലെങ്കിലോ? നീ അങ്ങ് പുണ്യാളനായാലെങ്ങനെയാടാ? ഇത് ഞങ്ങളെപ്പോലുള്ളവരുടെ കൺട്രി അല്ലേ, ഡെവിൾസ് ഓൺ കൺട്രി.